Hi friends, welcome to Jastonse Psc. ഇന്ന് നമ്മൾ ഡൗട്ട് ക്ലിയറിംഗിന്റെ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കമന്റിൽ അറിയിക്കാവുന്നതാണെന്ന്. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയതാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് എങ്ങനെ സോൾവ് ചെയ്യും എന്നതിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെ നമ്മൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. വെറും സെക്കൻഡ്സിനുള്ളിൽ സോൾവ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. ഓക്കെ, എങ്കിൽ നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു കച്ചവടക്കാരൻ 60% മുളക് പൊടി, അയാളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ 60% 10% ലാഭത്തിലും ബാക്കി 5% ലാഭത്തിലും വിറ്റു. ഓക്കെ, അയാൾക്ക് 360 രൂപ ലാഭം കിട്ടി. ആദ്യത്തെ ആ ഒരു 10%ത്തിലും പിന്നെ ഒരു 5%. അങ്ങനെ മൊത്തം അയാൾക്ക് 360 രൂപ ലാഭം കിട്ടിയെങ്കിൽ മുടക്ക് മുതൽ അയാളുടെ കയ്യിലുള്ള, ഇപ്പം മേടിച്ചിട്ടില്ലേ അയാളുടെ കയ്യിലില്ലേ മുളക് പൊടി, അതിന് അയാൾ എത്ര രൂപ കൊടുത്തിട്ട് അയാൾ മേടിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ഒരു കച്ചവടക്കാരൻ 60% മുളക് പൊടി 10% ലാഭത്തിൽ. അപ്പോൾ ബാക്കി 5% ലാഭത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ശതമാനമാണ്? 60% അയാൾ 10%ത്തിന് വിറ്റു, ലാഭത്തിന് വിറ്റു എങ്കിൽ ബാക്കി എത്രയാണ്? 40% അല്ലേ? അത് എത്ര ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത്? 5% ലാഭത്തിനാണ് വിൽക്കുന്നത്. അയാളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ കണക്ക് ആദ്യം നമ്മൾക്ക് എഴുതാം. ഓക്കെ, മുളക് പൊടിയും ലാഭശതമാനവും. ഓക്കെ, എഴുതുന്നു. ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ വരയ്യ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിലുള്ള മുളക് പൊടി 60%വും ആ അംശബന്ധം നമ്മൾക്ക് കാണണം. 60%വും ബാക്കി എത്രയാണ്? 40%വും ആണ് അല്ലേ? 40%വും. അപ്പം ഇതിനെ നമ്മൾക്ക് എങ്ങനെ അനുപാതത്തിൽ എഴുതാം? 6:4 എന്ന് എഴുതാം അല്ലേ? ഇതിനെ വീണ്ടും നമ്മൾക്ക് ചെറുതാക്കിക്കൂടെ? അംശബന്ധം എത്ര ചെറുതാക്കി എഴുതുന്നു അതാണ് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പം 6:4 നമ്മൾക്ക് 2ലും 2 പോകും. അപ്പോൾ 6നെ 3 എന്ന് എഴുതാം, 4നെ 2 എന്ന് എഴുതാം അല്ലേ? അപ്പം നമ്മൾക്ക് 3:2 എന്ന അനുപാതത്തിലാണ് അയാളുടെ കയ്യിലുള്ള മുളക് പൊടി ഉള്ളത്. അപ്പം 3 ഭാഗം അയാളുടെ കയ്യിൽ എത്ര ഉണ്ട്? ടോട്ടൽ 5 ഭാഗമുണ്ട്. ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 5 ആണുള്ളത്. ടോട്ടൽ ഭാഗം 5, 3 + 2 5. അപ്പം 5ൽ 3 ഭാഗം അയാൾ 10% ലാഭത്തിൽ വിറ്റു. ബാക്കി 2 ഭാഗം അയാൾ 5% ലാഭത്തിൽ വിറ്റു. ഇങ്ങനെ എഴുതുന്നു. മനസ്സിലായോ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയതെന്ന്? അയാൾ കയ്യിലുള്ള മുളക് പൊടിയെ അയാളുടെ അനുപാതത്തിൽ നമ്മൾക്ക് മാറ്റി എഴുതാം. അപ്പോൾ 60% 40% എന്നുള്ളതിനെ 3:2 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അനുപാതം, മുളകിൻ്റെ അനുപാതം എഴുതുന്നു ഇവിടെ. ഓക്കെ, ആ അനുപാതം, ഇത്രയും അനുപാതം എത്ര ശതമാനം ലാഭത്തിന് എന്നുള്ളതും എഴുതുന്നു. ദെൻ ഈ അനുപാതവും ലാഭവും തമ്മിൽ ഇൻറ്റു ചെയ്ത് ടോട്ടൽ എഴുതുന്നു. 3 × 10 30. അപ്പം 2 × 2 ഭാഗം 5% ലാഭത്തിൽ. അപ്പം എത്രയാണ്? 10 അല്ലേ? 5 10. ഓക്കെ, കിട്ടിയില്ലേ? കിട്ടിയോ? ഇത് ടോട്ടൽ ഭാഗമാണ് അല്ലേ? ടോട്ടൽ 5ലാണ്. 5ൽ 3 ഭാഗം, 5ൽ 2 ഭാഗം, 2 കൂടെ കൂട്ടുമ്പോൾ 5 അല്ലേ? ടോട്ടൽ അപ്പോൾ 5 ഭാഗമുണ്ട്. ആ 5 ഭാഗം 2ഉം കൂടെ എത്രയാണ് ടോട്ടൽ അയാൾക്ക് ലാഭം കിട്ടുന്നത്? 40 ആണ് അല്ലേ? അല്ലേ? 40. ഇത് ലാഭം കിട്ടുന്നു എന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളിത് നമ്മളുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളിത് മൾട്ടിപ്പിൾ ചെയ്ത് ടോട്ടൽ കാണുന്നതാണ്. അല്ലാതെ നമ്മൾക്ക് ഇവിടെ കറക്റ്റ് എമൗണ്ട് അറിഞ്ഞാലല്ലേ ലാഭശതമാനം ടോട്ടൽ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ ജസ്റ്റ് അതിൻ്റെ അനുപാതം വെച്ച് ഇൻറ്റു ചെയ്യുന്നു. അപ്പം ടോട്ടൽ അനുപാതം കിട്ടി 40 എന്നുള്ളത്. അപ്പം 40/5 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടൽ അല്ലേ? അപ്പം 5 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലാഭം എത്രയാണ്? 40 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിൽ ഇവിടുത്തെ ശതമാനം നമ്മൾക്ക്, ഇവിടെ നമ്മൾ ശതമാനം കൊണ്ടല്ലേ ഇൻറ്റു ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ശതമാനം നമ്മൾക്ക് അറിയില്ലേ? എത്രയാ? 40/5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും അയാൾ എത്ര ശതമാനം ലാഭത്തിനാണ് വിറ്റിരിക്കുന്നത്? 8% ലാഭമാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ഓക്കെ,
കിട്ടിയില്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിലുള്ള മുളകിൻ്റെ അനുപാതം എഴുതുന്നു, അതിൻ്റെ ലാഭം എഴുതുന്നു, രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതുന്നു. ദെൻ ടോട്ടൽ അനുപാതം, ടോട്ടൽ അയാളുടെ ലാഭവും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടലും കൂടെ നമ്മൾ രണ്ടിൻ്റെയും തമ്മിലുള്ള എന്ത് ചെയ്യുന്നു? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ലാഭശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 8% അയാൾക്ക് ഇത് രണ്ടും കൂടെ ആയിട്ടുള്ള ലാഭം എന്ന് പറയുന്നത്. ഈ ലാഭം നമ്മൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 360 രൂപയാണ് ലാഭമായിട്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. എങ്കിൽ 360 എന്ന് പറയുന്നത് എത്രയാണ്? 8% ആണ് എന്നുണ്ടെങ്കിൽ 100ലേക്ക് കൺവേർട്ട് ചെയ്യാം. അയാളുടെ മുടക്ക് മുതൽ 100, അയാൾ എന്ത് ചെയ്തത്? കോസ്റ്റ് 100 രൂപയാണ് അയാൾക്ക് ചിലവായിട്ടുള്ളത്. അപ്പോൾ 100ലേക്ക് കൺവേർട്ട് ചെയ്താൽ അയാളുടെ മുടക്ക് മുതൽ എത്രയാണ് എന്നുള്ളത് നമ്മൾക്ക് കിട്ടും. 360നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 8 32 4 പ്രാവശ്യം, 4 8 32, 40 5 പ്രാവശ്യം. സോ 4500 രൂപയാണ് അയാളുടെ മുടക്ക് മുതൽ. കിട്ടിയോ? ഡൗട്ടില്ലല്ലോ? ക്ലിയർ ആയില്ലേ? ഇത് ഷോർട്ട് കട്ടാണ് ഇങ്ങനെ ഫോം ചെയ്തിട്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ടോട്ടലാണ് തന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 2ഉം ഇവിടെ 5ഉം എഴുതി. ഇവിടെ നമ്മൾ ടോട്ടൽ അനുപാതം കണ്ടിട്ട് ഇവിടെ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി ടോട്ടൽ അല്ലായിരുന്നു എങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം അയാൾ ഇത്ര ശതമാനം ലാഭത്തിന് വിറ്റു എങ്കിൽ ബാക്കി പോർഷൻ എത്ര ശതമാനം ലാഭം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾക്ക് ചോദിക്കുന്നത്. എന്നുണ്ടെങ്കിൽ 5ൽ നിന്ന് നമ്മളിപ്പോൾ ഈ 2 ആണ് ചോദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 5ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പം നമുക്ക് 2 കിട്ടും. അതേപോലെ ഇവിടെയും അത് എന്ത് ചെയ്യണം? കുറച്ചിട്ട് വേണം നമ്മൾക്കത് ചെയ്യാൻ. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും ലാഭം കിട്ടും. അപ്പോൾ ഇവിടെ ലാഭം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് 8% എന്ന് തന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് 8 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% എത്ര എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 100% എന്ന് പറയുന്നത് 4500 അയാൾക്ക് കോസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഡൗട്ട് ഉണ്ട്. മുടക്ക് മുതൽ 4500. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 4500ൻ്റെ 3/5 ഭാഗം എത്രയാണ്? 3/5 എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളുടെ ആൻസർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാം. 4500ൻ്റെ 3/5 എന്ന് പറയുന്നത് 9 45 അല്ലേ? 9 27 2700. ബാക്കിയുള്ളത് എത്രയാണ്? 2700 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1800 ആയിരിക്കും അയാളുടെ 3 ഭാഗവും 2 ഭാഗവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോർഷൻ 60%വും 40%വും 4500ൻ്റെ 60%, 2700, ബാക്കി 40% 1800-ന്. അപ്പോൾ ഇതിൻ്റെ 10% വെച്ചിട്ട് എടുത്തു എന്നല്ലേ പറഞ്ഞത്? ഏതിൻ്റെ? 2700ൻ്റെ 60%, 10% എന്ന് പറഞ്ഞാൽ 270 രൂപ അയാൾക്ക് ലാഭം കിട്ടി. രണ്ടാമത്തെ പോർഷൻ അയാൾ 5% എന്ന് പറഞ്ഞത് 5%, 180ൻ്റെ പകുതി 90 രൂപയ്ക്കും അയാൾക്ക് ലാഭം കിട്ടി. സോ ഇത് എത്രയാണ്? 360 അല്ലേ ടോട്ടൽ കിട്ടുന്നത്? ഇപ്പം മനസ്സിലായില്ലേ നമ്മളുടെ ആൻസർ കറക്റ്റ് ആണെന്ന്? ഇങ്ങനെ നമ്മൾക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ എന്നും അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ അത് സോൾവ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുള്ള ആ ഒരു ക്ലൂസ് ഉണ്ടല്ലോ, അതുമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയാം. ഓക്കെ, എങ്ങാനും ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മാർക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ വളരെ ഉണ്ടായിരിക്കും, വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ ഈ 360/8 × 100 ഇത് ചെയ്യാനായിട്ട് അറിയില്ല. ഇത് നമ്മൾ ശരാശരി പഠിക്കുന്ന സമയത്ത് പഠിക്കും കേട്ടോ. അതല്ലാതെയും ഇതിപ്പോൾ ഇങ്ങനെ എഴുതാതെ നമ്മൾക്ക് എന്ത് ചെയ്യാം? 300 8% എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്താണ്? ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതുക? ഈ 360/8 × 100 ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 360 എന്ന് പറയുന്നത് 8%. ഇനി ഇൻറ്റു 100ലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ പറഞ്ഞത്? 360 എന്ന് പറയുന്നത് 8% ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലിൻ്റെ 8% എന്തെന്ന് പറയുന്നത്? 360 എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ എങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതി എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടലിൻ്റെ 8% 360. അപ്പോൾ ഇതിനെ നമ്മൾക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. 360
60. ഇതിനെ തിരിച്ചിടുക. എങ്ങനെയാണ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? എക്സിന് ഇവിടെ നിർത്തുക കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 ഈ 8/100 എന്നുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 360 ഇൻറ്റു 100/8 എന്ന് വരും. അപ്പോൾ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 360/8 ഇൻറ്റു 100. മനസ്സിലായില്ലേ? ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ, എല്ലാവർക്കും കറക്റ്റായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം ആയിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.